ഹായ് മക്കളെ, വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. മക്കളെ, ഈ ഒരു ചാനൽ തന്നെ നമ്മൾ തൊട്ട് മുൻപിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഫിസിക്സിന്റെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നുള്ള ചാപ്റ്ററിലെ ഡയമെൻഷൻസിനെ കുറിച്ച് അടിപൊളിയായിട്ടൊരു വീഡിയോ സാർ ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? കണ്ടിട്ടില്ലാത്തവർ അത് എന്തായാലും നിർബന്ധമായിട്ട് കാണണം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാലാണ് നമുക്ക് ഇതിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ഓഫ് ദി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, അതുപോലെ തന്നെ ഫൈൻഡ് ദ ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അങ്ങനെ എന്തിന്റെ ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ചോദിച്ചാലും, ഭൂമിക്ക് താഴെ എന്തിന്റെ ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ചോദിച്ചാലും റാൻസിന്റെ മക്കൾ ചെയ്യുമെന്നുള്ള ഉറപ്പാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഓക്കെ, കാരണം അത്രയും സിമ്പിൾ ആണ് അത്, അത്രയും സിമ്പിളാ. പലരും പറഞ്ഞ് പറ്റിക്ക ടഫാണ് ഫിസിക്സ് ടഫാണെന്നുള്ളത്. അത്ര സീനൊന്നുമില്ല. ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ചോദിച്ചാൽ മക്കൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, ഡയമെൻഷൻ ക്വാണ്ടിറ്റി ഏതിനെ ചോദിച്ചോട്ടെ, ഞാൻ ഇവിടെ ഉള്ള ഏറ്റവും എടുത്ത് രണ്ട് ടഫുള്ള സാധനങ്ങളെടുത്ത് ഇതാര് ചെയ്യുന്നവരോ, ഞാൻ ഇരുന്ന് ചെയ്യല്ല, മക്കൾ ചെയ്യും. നിങ്ങൾ ഇന്ന് അത് കണ്ടതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ബുക്കിൽ ചെയ്യും. ആ ഒരു കോൺഫിഡൻസ് ആണ് മക്കൾക്ക് തരാനുള്ളത്. ആദ്യം നിങ്ങൾ അറിയേണ്ടത്, സാർ ഇതിന് മുന്നേ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, എടാ ഒരു 6 ഡയമെൻഷണൽ ക്വാണ്ടിറ്റി നിങ്ങൾ പഠിക്കണം. ഒരു 6 ഡയമെൻഷണൽ ക്വാണ്ടിറ്റി നിങ്ങൾ പഠിച്ചാൽ അതിന്റെ 6 ഡയമെൻഷൻ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതും ചെയ്യാന്നുള്ള സാർ പറഞ്ഞിരുന്നു. അതിന്റെ വീഡിയോ ആയിരുന്നു സാർ ഇതിന്റെ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. ആ 6 ഡയമെൻഷൻ ഏതാന്നുള്ളത് മക്കൾ കൃത്യമായിട്ടൊന്ന് പോയിട്ട് പഠിക്കണം കേട്ടോ. അത് വ്യക്തമായിട്ടൊന്ന് പോയിട്ട് പഠിക്കണം കേട്ടോ. അത് പഠിച്ചവർക്ക് ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. അത് പഠിച്ചവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചോ, എടാ നിങ്ങൾ ചെയ്യാൻ പോവാണ് ഫൈൻഡ് ദ ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷണൽ ക്വാണ്ടിറ്റി കാണാൻ എന്റെ മക്കളെ നിങ്ങൾക്ക് അറിയാം. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ചത് എവിടെയാ? F=G×m1 m2 ഡിവൈഡ് ബൈ r². എന്റെ പൊന്നു സാറേ, ഇതൊക്കെ എന്താടാ? ഇത് ക്വസ്റ്റ്യനിൽ തരും. ഹാപ്പി അല്ലേ? ഓക്കെ, ഇത് ക്വസ്റ്റ്യനിൽ തരും. F=G×m1 m2 ഡിവൈഡ് ബൈ r² എന്നുള്ള ക്വസ്റ്റ്യനിൽ തരും. നിങ്ങൾ കാണാൻ പഠിച്ചു പോകുന്നതുകൊണ്ട് അത് ക്വസ്റ്റ്യനിൽ തരും. അപ്പൊ പ്രശ്നം കഴിഞ്ഞോ? എടാ ഇനി നോക്ക്, അല്ല സാർ ഇതിലിപ്പോ ഏതാ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നൊക്കെ ചോദിച്ചാൽ, എടാ ഈ G ആണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് സാധനം. എടാ നിങ്ങൾക്ക് ഫിസിക്സിലെ ഒരു വലിയ തിയറം ഞാൻ പറയാം. എപ്പോഴും മക്കളോട് പറയുന്നതാ, ഫിസിക്സ് പറയുന്നത് എടാ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾ സിംഗിൾ ആവണം എന്നുള്ള. കമ്മിറ്റഡ് ആൾക്കാർക്ക് ഫുള്ള് പ്രശ്നമേ കാരണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സിംഗിൾ ആവണം. എടാ ജീനെ നിങ്ങൾ സിംഗിൾ ആക്കാൻ എന്ത് ചെയ്യണം? ജീനെ സിംഗിൾ ആക്കാൻ ജിയുടെ കൂടെയുള്ള ആളുകളൊക്കെ കൊണ്ടുപോകണം. എടാ ഒരു /r² ഉണ്ട്. /r² ഇക്വേഷൻ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ×r² ആവും അല്ലെ. ഇനി ബാക്കി എന്താണുള്ളത്? G×m1 × m2 ഉണ്ട്. എടാ ഈ m1 × m2 ഇക്വേഷൻ പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും അല്ലെ. F×r² ഡിവൈഡ് ബൈ m1 × m2. അതെങ്ങനെ സാറേ? എടാ ഇത് ഇൻറ്റു അല്ലേ. ഇൻറ്റു ഇക്വേഷൻ പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ബൈ ആവും. എടാ ഡിവൈഡഡ് ബൈ r ഇക്വേഷൻ പുറത്ത് പോയപ്പോൾ ഇൻറ്റു ആയി. ഇൻറ്റു ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഇക്വേഷൻ പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ബൈ ആവും. ഇപ്പൊ ആര് സിംഗിൾ ആയി? നമ്മുടെ G സിംഗിൾ ആയില്ലേ. ജിയുടെ വാല്യൂ എന്താണ്? ജിയുടെ വാല്യൂ എന്താണ്? F×r² ഡിവൈഡ് ബൈ m1 × m2. മക്കളെ നിങ്ങൾക്ക് എന്താ കാണേണ്ട? ഡയമെൻഷൻ കാണാൻ പറഞ്ഞ മക്കൾ ചെയ്യും. എഫിന്റെ ഡയമെൻഷൻ നിങ്ങൾ എല്ലാവരും പഠിച്ചതാ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് കാണാതെ പഠിപ്പിച്ചതാ. MLT⁻². MLT⁻² എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ എല്ലാ മക്കൾക്കും കഴിയണം. രണ്ടാമത്തത് R എന്ന് പറഞ്ഞാൽ എന്താണ്? ആറിന്റെ ഡയമെൻഷൻ പറഞ്ഞാൽ R എന്ന ലെങ്ത് ആണ്. ലെങ്ത്തിന്റെ ഡയമെൻഷൻ ആയതുകൊണ്ട് എല്ലും ഒരു ആറിന്റെ സ്ക്വയർ ആണ്. അപ്പൊ L² എന്ന് എഴുതും. ഡിവൈഡഡ് ബൈ M മാസിന്റെ ഡയമെൻഷൻ എന്താ? M തന്നെ. ഇവിടെ m2 അതും മാസാണ്. അതിന്റെ ഡയമെൻഷൻ എന്താ? m തന്നെ അല്ലെ. എടാ മുകളിലൊരു m, താഴൊരു m കട്ടായി പോയി. ഇനി ബാക്കി എന്താ ഉണ്ടാവുക? താഴൊരു m ഉണ്ട്. താഴെയുള്ള ആളെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അയാൾക്ക് ഒരു സമ്മാനം നൽകണം. നിങ്ങൾ അയാൾക്ക് കൊടുക്കേണ്ട സാധനമാണ് ഈ -1 താഴെയുള്ള ആളെ മുകളിലോട്ട് കൊണ്ടുപോകണ്ടേ? താഴെ അയാളെ ഒറ്റക്ക് നിർത്തണോ? വേണ്ട. അതുകൊണ്ട് നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ മക്കളെ എന്ത് ചെയ്യണം? ഒരു -1 അയാൾക്ക് കൊടുക്കണം. ഇനി ആരാണുള്ളത്? ഇവിടെ ഒരു L ഉണ്ട്, ഇവിടെ ഒരു L² ഉണ്ട്. രണ്ടും ഇൻറ്റു ചെയ്താൽ L³ ആയി. ഇവിടെ ഒരു T⁻² ഉണ്ട്. സെറ്റ് അല്ലടാ? നിങ്ങൾ ചെയ്തു. നിങ്ങൾക്ക് പറ്റും. സാറ് ചെയ്ത പോലെ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് പറ്റും. എങ്കിൽ നമുക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഒന്ന് ചെയ്ത് നോക്കാം. മക്കളെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കാണണം. ആദ്യം മക്കളോട് കാണാൻ പറയാം. ഇതിന്റെ മുൻപ് ഡയമെൻഷനെ കുറിച്ച് സാറ് ചെയ്ത വീഡിയോ ആണ്. അത് മക്കൾ നിർബന്ധമായിട്ട് കാണണം. എടാ ഇനി ശ്രദ്ധിച്ചോ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എടാ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷണൽ ക്വാണ്ടിറ്റി സാർ എന്താണത്? എടാ ഇക്വേഷൻ ഇതാ ക്വസ്റ്റ്യനിൽ തരും. ക്വസ്റ്റ്യൻ എന്താ? λ=h/mv. ഇങ്ങനെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. എടാ ഏതോ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് സാറേ എന്ന് ചോദിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ നിങ്ങൾ എഴുതി കൊടുക്കണം. ഏതാണ്? H ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്.
പറ്റുമോ, പ്രശ്നമുണ്ടോ, സീനുണ്ടോ? ഇല്ല, ഒരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കടാ, ആദ്യം പ്ലാങ്ക്സ് കോൺസ്റ്റന്റിനെ സിംഗിൾ ആക്കേണ്ട മക്കളെ. സിംഗിൾ ആക്കാൻ നമുക്ക് പ്രത്യേക കഴിവാണ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് അത് വല്ലാത്ത കഴിവാണ്. എടാ ഈ എമ്മും വിയും ഇൻറ്റു ഡിവൈഡ് ബൈ അല്ലേ, അതിന് താഴെ ഡിവൈഡ് ബൈ അല്ലേ, ഇക്വേഷൻ നമ്പർ പോകുമ്പോൾ അതെന്താവും, ഇൻറ്റു ആവും. സോ നോക്കടാ, ലാംഡ ഇൻറ്റു എം വി ഈക്വൽ ടു എന്താടാ, എച്ച് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എച്ച് ഈക്വൽ ടു ലാംഡ എം വിന്ന് എഴുതാം. സീനുണ്ടോ? എച്ച് ഈക്വൽ ടു ലാംഡ എം വിന്ന് എഴുതാം. എടാ ലാംഡ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. എം പറഞ്ഞ മാസ് ആണ്, എം. വി എന്ന് പറഞ്ഞ വെലോസിറ്റി ആണ്, LT⁻⁻1. സീനുണ്ടോ? അപ്പൊ നമ്മൾ ആദ്യം എമ്മിന് എഴുതുന്നു, ഇവിടെ L ഉണ്ട്, ഇവിടെ L ഉണ്ട്, L² എഴുതുന്നു, ഇവിടെ T ഉണ്ട്, T⁻⁻1. ഇതാണ് എന്തിൻ്റെടാ, നമ്മളെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ. എന്റെ മക്കൾ ചെയ്തു, നിങ്ങൾക്ക് കഴിയും, സീനൊന്നുമില്ല. ടഫായിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റും ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റും ഒരുപാട് തവണ എക്സാമിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ, സീനൊന്നുമില്ല. മക്കൾ ഒന്ന് നോക്കിയേ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ മക്കളെ. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അടിപൊളിയായിട്ട് നിങ്ങളുടെ കമന്റുകൾ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്നുള്ള കമന്റ് ചെയ്യണം. റെഡി ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്തത് ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ എങ്ങനെ കറക്റ്റ് ആണോ അല്ലേ നോക്കണം. എടാ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് കറക്റ്റ് ആണോ അല്ലേ നോക്കിയിട്ട് പഠിക്കാൻ പറ്റും. അടുത്ത വീഡിയോ അതുമായിട്ട് സാർ വരാം. അതുവരെ ഗുഡ് ബൈ.